സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വന്നേക്കുന്ന പുതിയതായിട്ടാണ് സൂപ്പർ റിമോട്ട്. അത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് തന്നൊരു ഇതുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ നമുക്കിനി 3 ബണ്ടിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ആ സൂപ്പർ റിമോട്ട് എടുക്കാൻ പറ്റും. എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ മൊത്തം 4366 ഡയമണ്ട് എന്തായാലും നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്ര ഡയമണ്ടിലൊക്കെ കിട്ടിയാൽ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചും. എന്തായാലും നമുക്ക് ആദ്യത്തെ സ്പിന്നിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഫസ്റ്റ് സ്പിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്പിന്നിൽ 6 ടോക്കൺ, കുഴപ്പമില്ല. ആദ്യത്തെ സ്പിന്നാണ്. ആദ്യത്തെ സ്പിന്ന് മൂഞ്ചലാണ്. നമുക്ക് ഇതിലൊരു 25 ഉണ്ട്. 45 സ്പിൻ ചെയ്ത് 7 ടോക്കൺ കിട്ടി. ഓക്കെ, നമ്മൾ ഇവിടെ MB40 ഇവിടെ നമുക്ക് ഈ MB40 കൂടി സ്പിൻ ചെയ്ത് നോക്കാം. കുറച്ച് ടോക്കൺ കിട്ടുമോ നോക്കാം. നമ്മളങ്ങനെ MB40 കുത്തി പിടിച്ചുകൊണ്ട് നമ്മളൊരു സ്പിൻ ചെയ്തു. ഓക്കെ, 16 ടോക്കൺ. MB40 ലാഭമാണ്. നമുക്കെന്തായാലും എല്ലാ ബണ്ടിലും സ്പിൻ ചെയ്യാം. B2 നമുക്കൊന്ന് കുത്തിപ്പിടിച്ച് ഒരു 5 സ്പിൻ ചെയ്യാം. ഓക്കെ, 5 സ്പിന്നിൽ എത്ര കിട്ടി? 11 ടോക്കൺ കിട്ടി. കുഴപ്പമില്ല. നല്ലൊരു എമൗണ്ടാണത്. കാരണം നമ്മൾ എന്തായാലും നമ്മൾ ക്യാരക്ടറിനെ ഒന്ന് മാറ്റാം. കാരണം ബണ്ടിലൊന്നും നമുക്ക് കിട്ടണില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ 200 ഡയമണ്ടിനടുത്ത് പൊട്ടിച്ചു. നമ്മളങ്ങനെ നമ്മുടെ DJ ആദം തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ വന്ന് നമ്മളൊരു സ്പിന്നും കൂടി, ഒരു ഗോൾഡ് ഓയിൽ നമ്മൾ സ്പിൻ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോയി സ്പിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു സ്പിന്നും കൂടെ ആയിട്ട് ചെയ്യാൻ പോകണം. നമുക്ക് 90 പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. ഓക്കെ, ഒരു 8 ടോക്കൺ നഷ്ടമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും. ഒബീറ്റോ നമുക്ക് സ്പിൻ ചെയ്യാം. എല്ലാം മാറി നമുക്ക് സ്പിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒബീറ്റോ സ്പിൻ ചെയ്തതിൽ 14 ടോക്കൺ. ഓക്കെ, ലാഭമാണ്. നമുക്കിനി ഒബീറ്റോ ഒന്നുകൂടെ നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ പോലെ തന്നില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്പിൻ ചെയ്യാം. 9 ടോക്കൺ. നമുക്ക് എത്രയാണ്? 200 ടോക്കൺ വേണം. നമ്മുടെ കയ്യിൽ 101 ടോക്കൺ ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഒന്നും കൂടെ കുത്തിപ്പിടിച്ച് നമ്മളൊരു സ്പിൻ ചെയ്യുവാണ്. എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 5 ടോക്കൺ നഷ്ടമാണ്. നമുക്ക് എന്തായാലും പെയിൻ്റ് സ്പിൻ ചെയ്യാം. പെയിൻ്റ് എന്തായാലും ലക്ക് ഉണ്ടാവും. ഓക്കെ, നമ്മൾ 90 സ്പിൻ ചെയ്തിട്ടുണ്ട്. 5 2. ഇത് എല്ലാം കണക്കാണ്. എല്ലാം നഷ്ടത്തിലോട്ടാണ്. നമുക്ക് MB40 എന്തായാലും കുത്തിപ്പിടിച്ചൊരു സ്പിൻ ചെയ്യാം. ഓക്കെ, 7 ടോക്കൺ. അതും നഷ്ടമാണ്. ഓക്കെ, നമ്മൾ ഒബീറ്റോ തന്നെ നമ്മൾ സ്പിൻ ചെയ്യാമെന്ന് വെച്ചു. നമ്മളൊരു 5 സ്പിൻ ചെയ്തിട്ടുണ്ട്. എന്ത് കിട്ടുമെന്ന് നോക്കാം. എന്തായാലും എല്ലാം 1 2 കിട്ടണത്. ചോദാണ്. നമുക്ക് ഈ ഒരു ഡയമണ്ടിൽ ഇത് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ കിട്ടിയിട്ടില്ല. 12 ടോക്കൺ കുഴപ്പമില്ല. നമ്മൾ അടുത്തൊരു സ്പിന്നോട് ചെയ്തു. നമ്മുടെ ഡയമണ്ട് പെട്ടെന്ന് 1000 ഡയമണ്ട് പോയി. നമുക്ക് പെട്ടെന്നൊരു 90 കൂടി സ്പിൻ ചെയ്യാം. ഡയമണ്ട് കണക്കെ പോട്ടെ, നമുക്ക് സമയമില്ല. അതാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യണത്. നമ്മളൊരു 19 സ്പിൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ് വേണ്ടെന്ന് വെച്ച് നമ്മളൊരു 90 കൂടി ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. ഇത്രയും ഡയമണ്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് എന്തായാലും ക്ലിയർ ക്യാച്ച് ചെയ്യുന്നതിലേക്കാം. വീണ്ടും ടോപ്പപ്പ് ചെയ്യേണ്ടി കഴിയും, അറിയില്ല. നമുക്കൊരു ബണ്ടിൽ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. മിക്കവാറും നമുക്കിനി വേറെ ടോപ്പപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് കുത്തിപ്പിടിച്ച് നമുക്കൊരു 90 സ്പിൻ ചെയ്യാം. നമുക്ക് എന്തായാലും ടോക്കൺ 174 കുറച്ച് ടോക്കൺ കൂടി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് ഇതും കൂടി നമുക്ക് മഡാരയും കൂടി നമുക്കൊന്ന് സ്പിൻ ചെയ്യാം 90. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് സ്പിൻ ചെയ്യാം. നമുക്കിനി ഒരു 11 ടോക്കണും കൂടിയാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എന്തായാലും നമുക്ക് ഇത് തന്നെ സ്പിൻ ചെയ്ത് നമുക്കത് ഫുൾ ടോക്കൺ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇനി ഒരു 6 ടോക്കണും കൂടി മതി. നമുക്ക് പെയിനിൻ്റെ ഇതിൽ തന്നെ നമുക്ക് സ്പിൻ ചെയ്യാം. ഒരു 90 നമ്മൾ സ്പിൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തായാലും 200 ടോക്കൺ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഒബീറ്റോൻ്റെ നമുക്ക് എടുത്തേക്കാം. എന്തായാലും ആദ്യം കിട്ടണമല്ലേ, ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബണ്ടിൽ നമുക്കെന്തായാലും 4 ബണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ബണ്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, ബണ്ടിൽസ്. ഓക്കെ, ഇതിപ്പോൾ കണ്ട 2 എണ്ണം വന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 ബണ്ടിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ സൂപ്പർ റിമോട്ട് കിട്ടും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും 2600 ഡയമണ്ട് ഉണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് സ്പിന്നിങ്ങിലേക്ക് കടക്കാം. നമ്മൾ കുത്തിപ്പിടിച്ച് നമുക്ക് എന്തായാലും ആദ്യത്തെ സ്പിന്നെ കൊണ്ട് നമുക്ക് മഡറയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. നമ്മൾ ആദ്യത്തെ 90 സ്പിൻ നമ്മൾ ചെയ്തു. ഓക്കെ, 9 ടോക്കൺ കിട്ടി. നമ്മൾ അടുത്തൊരു 90 കൂടി ചെയ്തു. 9 ടോക്കൺ. അടുത്തൊരു 90 8 ടോക്കൺ. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ചെയ്തു. അയ്യോ, ഇത് വലിയ നഷ്ടമാണ്. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. MB40 ചെന്നിട്ട് നമുക്കൊരു 90 സ്പിൻ ചെയ്യാം. നമ്മൾ MB40 90 ചെയ്തപ്പോൾ MB40 ചതിക്കലാണ്. 7 ടോക്കണേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് 51 ടോക്കണായി. നമുക്കൊരു ഈ പെയിനിൻ്റെ ഇതിൽ വന്ന് നമുക്കൊരു 10 ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. ഓക്കെ, 6 ടോക്കൺ നഷ്ടമാണ്. നമുക്ക് ഇത് സ്പിൻ ചെയ്യാം. അയ്യോ, അതിനേക്കാളും വലിയ നഷ്ടമാണ്. 5 ടോക്കൺ. നമുക്കൊരു ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്യാം. വേണ്ട സാധനമൊന്നും അടിക്കില്ല. ഗോൾഡ് റോയിൽ നമുക്ക് അടിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും 1800 ടോക്കൺ ഡയമണ്ട് നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് പെട്ടെന്ന് സ്പിൻ ചെയ്യാം. എന്തായാലും ഇതെല്ലാം തീരുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും എല്ലാം കുത്തിപ്പിടിച്ച് നമുക്ക് സ്പിൻ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ആ കല്ല് തന്നെ ഒന്നുകൂടെ കിട്ടിയിരുന്ന ലാഭം അതിനെ. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് ഗുണമുള്ളൊന്നും കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ ശോകം.
സ്പിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഡയമണ്ട് ഒന്നും നോക്കണം. നമ്മൾ ഏത് മൂഡ്, അംബാനി മൂഡ്, നമ്മളങ്ങനെ സ്പിൻ ചെയ്ത് നഷ്ടത്തിൻ്റെ അറ്റത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഒന്നും കിട്ടാനുള്ള നമുക്ക് ഈ 19 സ്പിൻ ചെയ്യാം. എന്താണ്, അയ്യോ അത് അത്ര അറ്റം വന്നിട്ട് പോയി. നമുക്ക് എന്തായാലും നഷ്ടമാണത്, ചെയ്യണ്ടായിരുന്നു. എല്ലാം പൊട്ടത്തര കാണിക്കണേ. ഓക്കെ ഓക്കെ, ഒരു 12 ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും MB40 തന്നെ സ്പിൻ ചെയ്യാം. MB40 നഷ്ടമാണ്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്പിൻ ചെയ്യാം. 8 ടോക്കൺ ഇത് പോരാ. 141 ടോക്കൺ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1000 ഡയമണ്ടിന് താഴെയാണ്. ഇത് ഭയങ്കര ഷോക്കാണ്. നമുക്ക് പെട്ടെന്നൊന്ന് കുത്തി പിടിച്ച് നമുക്കൊരു 90 സ്പിൻ ചെയ്യാം. ഓക്കെ, 11 ടോക്കൺ. ഓക്കെ, 8 ടോക്കൺ. ഇനി നമുക്കൊരു കുറച്ച് ടോക്കൺ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ബണ്ടിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു. ഓക്കെ, നമുക്കിനി ഒരു കുറച്ച് ടോക്കൺ കൂടി മതി. ഒരു 8 ടോക്കണും കൂടി കിട്ടിയാൽ നമുക്ക് സെറ്റാണ്. 3 ടോക്കണും കൂടി വേണം. നമുക്ക് എന്തായാലും പെയിൻ തന്നെ സ്പിൻ ചെയ്യാം. നമുക്കൊരു സാധനം മറ്റേ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. നമുക്ക് 20 ടോക്കൺ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും കുറച്ചുകൂടെ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ബണ്ടിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡയമണ്ട് എല്ലാം തീർന്നിട്ടുണ്ട്. ഷോക്കായി, നമ്മുടെ ഡയമണ്ട് എല്ലാം തീർന്നു. എന്തായാലും നമ്മുടെ ടോക്കൺ ഉണ്ട്. നമുക്കെന്തായാലും നമ്മുടെ മൂന്നാമത്തെ ബണ്ടിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. കാരണം നമ്മുടെ പെയിൻ ബണ്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ബണ്ടിൽ. പക്ഷേ ഡയമണ്ടൊക്കെ തീർന്നപ്പോൾ ഒരു സങ്കടം. 4600 ഡയമണ്ടിൽ നമ്മൾ തുടങ്ങിയാണ്. എന്തായാലും നമ്മുടെ ഡയമണ്ടൊക്കെ തീർന്നു. നമുക്ക് പെട്ടെന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളൊരു 1000 ഡയമണ്ട് നമ്മൾ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും സ്പിന്നിങ്ങിലേക്ക് തന്നെ നടക്കാം. എന്തായാലും ഇത്രയും പൊട്ടിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്ക് കിട്ടിയില്ല മൂഞ്ചും. എന്തായാലും ഇത്രയും ഡയമണ്ട് പൊട്ടിച്ച് നമുക്കിനി എന്തായാലും എടുത്തിട്ട് നമ്മൾ പോകണുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്പിൻ ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. രണ്ടാമത്തെ സ്പിൻ അതിലും വലിയ കാര്യമായ ഒന്നും നമുക്ക് കിട്ടാനുള്ള. നമുക്കെന്തായാലും ഒരു 90 രൂപ കൂടി ചെയ്തിട്ട് ഗോൾഡ് റോയിൽ നമുക്കൊന്ന് സ്പിൻ ചെയ്യാമായിരുന്നു. ഓക്കെ, ഒരു 10ൻ്റെ ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്, ഒന്ന് കിട്ടാനുള്ള. നമുക്കെന്തായാലും ക്യാരക്ടറിനെ ഒന്ന് മാറ്റിയിട്ട് സ്പിൻ ചെയ്യാം. അയ്യോ, ക്യാരക്ടറിന് മാറില്ല, എനിക്ക് ടെൻഷൻ ആണെങ്കിൽ ഗൈസ്, എനിക്കൊന്ന് കിട്ടണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം തന്നെ എന്താ 5000 ഡയമണ്ട് ഓൾറെഡി തീരാറായി. 5000 ഡയമണ്ട് ആകും ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചത്. നമുക്കൊരു 90 സ്പിൻ ചെയ്യാം. ഒക്കെ ഒന്നും കിട്ടണില്ല. അയ്യോ, നല്ല ടെൻഷനുണ്ട്. ഇത്ര ഡയമണ്ടാണ് പോകുന്നത്, ഇത്ര പൈസ പൊട്ടിക്കണേ. ഓക്കെ, ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അയ്യോ, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ക്ലിക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ടോക്കൺ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇന്നൊന്നും നടക്കില്ല. എന്തായാലും നമുക്ക് പെട്ടെന്നൊരു 90 രൂപ കൂടി ചെയ്യാം. എന്തെങ്കിലും വരട്ടെ, പോട്ടെ. കിട്ടി കാശ്. നമുക്കങ്ങനെ നമ്മുടെ നാലാമത്തെ ഏറ്റവും പോലെ ഡയമണ്ട് 20 ദിവസം സങ്കടം പറ്റി ഡിപ്രഷൻ അടിച്ചിരുന്നതാണ്. ഭാഗ്യം നമുക്ക് അങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്. അയ്യോ, എത്ര ഡയമണ്ട്? 5000 ഡയമണ്ട്, ഏകദേശം 5000 ഡയമണ്ട് അടുപ്പിച്ച് കറക്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. 5000 ഡയമണ്ട് പൊട്ടിച്ചപ്പോഴാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ നമുക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്ര ഡയമണ്ട് പൊട്ടിച്ചിട്ടെങ്കിൽ സാധനം കിട്ടിയല്ല. അങ്ങനെ നമ്മുടെ നാലാമത്തെ ബണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, പവർ. അപ്പം എന്തായാലും നമ്മൾ ഇത്രയും പൊട്ടിച്ച് നമുക്ക് എന്തായാലും ആ ഇമോട്ടും കൂടി എടുക്കാം. ബാക്കി ഡയമണ്ട് കുറച്ചുണ്ട് നമുക്ക്. ഓക്കെ, നമ്മൾ ഇത് സ്പിൻ ചെയ്യുന്നില്ല, ഇതൊന്നും വലിയ ലാഭമില്ല. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് MB40 നമുക്ക് വേണമെന്നില്ല. MB40 കാരണം നമ്മുടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് എന്തായാലും ആ ഇമോട്ട് എടുക്കാനാണ് ലാഭം. നമുക്കൊരു സ്കിപ്പ് ചെയ്ത് അങ്ങ് വിടാം. എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് 121 ടോക്കൺ ആയിട്ടുണ്ട്. നമുക്ക് ആ ഇമോട്ടും കൂടി അങ്ങ് മേടിച്ചേക്കാം ഗെയിമിൽ നിന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇമോട്ടും കൂടി എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല. വിഷയം എന്ന് വെച്ചാൽ വിഷയം. പിന്നെ എത്ര ഡയമണ്ട് പൊട്ടിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 5000 സംതിങ് ഡയമണ്ട് നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ടാണ് നമ്മൾ 3 ബണ്ടിൽ നമ്മൾ എടുത്തത്. ഓക്കെ, നമുക്ക് ആ ഇമോട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മൾ ഇമോട്ട് എടുക്കാൻ പോവുകയാണ്. പക്ഷെ എൻ്റെ മോനെ നമ്മൾ അങ്ങനെ സൂപ്പർ ഇമോട്ട്, എൻ്റെ ഈ അക്കൗണ്ടിലെ ആദ്യത്തെ സൂപ്പർ ഇമോട്ടാണ്. നമ്മുടെ ആദ്യത്തെ സൂപ്പർ ഇമോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടക്ഷൻ്റെ ഒന്നും പറഞ്ഞാലും വിഷയം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഓക്കെ, നല്ല ഇമോട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമോട്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ഡയമണ്ട് പോട്ടേന്ന് വെച്ചു. പണം പോട്ടെ, പവർ വരട്ടെ. അങ്ങനെ നമ്മളെല്ലാം ഉണ്ട് ഈ സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ സന്തോഷത്തിന് കൊണ്ട് ഇമോട്ട് ഇടുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. നമ്മൾ എന്തായിരുന്നു വീക്കിലി ഗീവ് അവേ, അത് നമ്മൾ അടുത്ത ശനിയാഴ്ച, അതായത് നാളെയാണ് നമ്മളതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ബണ്ടിൽ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എവിടെ ഇത് നമ്മൾ കിട്ടിയ ഇമോട്ടാണ്. നമുക്ക് എന്തായാലും ഇമോട്ട് നമുക്ക് ഇക്വിപ്പ് ചെയ്ത് വെച്ചേക്കാം.
എന്തായാലും കിടില ഇമോട്ട്. ഇവിടെ നമ്മളങ്ങനെ ബണ്ടിൽ 4 എണ്ണം നമ്മളെടുത്തു, ഒന്നും പറയാനില്ല. എന്താണ്, നമുക്കെന്തായാലും ഇമോട്ടും കൂടി നോക്കാം. കളക്ഷനിലാണ് ഇമോട്ട്. ഓക്കെ, ഇമോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇമോട്ട് എവിടെ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഇമോട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഇമോട്ടും കൂടി എക്വിപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ എവിടെ ഓക്കെ റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും മാറ്റാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ ഇമോട്ടിന് മാറ്റിയിടാം. ഇമോട്ട് ഞാനായിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ബണ്ടിലൊക്കെ ഒന്ന് സെറ്റാക്കാം. നമുക്ക് ഇവിടെ പോകാം. എന്തായാലും ഹെഡൊക്കെ നോക്കട്ടെ. നറൂട്ടോ പെയിനിൻ്റെ ഹെഡ് കുഴപ്പമില്ല. പാൻറ്റ് വേണ്ട, നമുക്കെന്തായാലും ഫുൾ ബണ്ടിൽ തന്നെ ഇടാം. അതാണ് അതിൻ്റെ ഒരു ഗുമ്മ്. ഓക്കെ, നമുക്കെന്തായാലും ഫുൾ ബണ്ടിൽ ഇട്ടുകൊണ്ട് നമുക്കെന്തായാലും ഇവിടെ പോയത് സോഷ്യൽ സോണിലോട്ട് പോവാം. നമ്മൾ സോഷ്യൽ സോണിൽ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ സമണി മോട്ട് നമുക്ക് ഇട്ട് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ നിന്നിട്ടിടാം. നമ്മൾ ഞെക്കി. എൻ്റെ മോന് ഗായ്സ്, സാധനം കണ്ട കിടിലല്ലേ? നിങ്ങളൊരു 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? സത്യസന്ധമായിട്ട് പറയണം. 5000 ഡയമണ്ടൊക്കെ പൊട്ടിച്ചാണ്. നമ്മൾ ഗീവ് അവേയും കൂടി കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ഇമോട്ടൊന്നും പറയാനില്ല. വിഷയം സൂപ്പർ ഇമോട്ട് എന്ന് വെച്ചാൽ ഇതാണ് സാധനം. ഇങ്ങനത്തെ സാധനമൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ഇങ്ങനത്തെ സാധനം എടുക്കില്ല. ഓക്കെ, എന്തായാലും ഈ ഇമോട്ടും കൂടി കാണിച്ചു. പിന്നെ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കെന്തായാലും അടുത്ത വീഡിയോ, അതായത് ശനിയാഴ്ച ഇടാൻ പോണ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗീവ് അവേ വിന്നറിനെ നമ്മൾ പറയും. ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നാളെയും കൂടി ഉള്ള ദിവസം, അതായത് ഇന്നും കൂടി ഉള്ളൂ. നാളെ നമ്മൾ അനൗൺസ് ചെയ്യും. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശരി. എന്നാൽ നമുക്ക് പിന്നെ ഒരു ദിവസം, അതായത് നാളെ കാണാം. അപ്പം ശരി എന്നാൽ.